സാറേ ഇങ്ങോട്ട് വന്നേ. രായമേ, എടി രായമേ, പണ്ടാറിൽ ഉറപ്പ് കിടക്കുക. ഇതെല്ലാം കൂടെ വാരിയെടുത്ത് നിങ്ങൾ എങ്ങോട്ട് പോവാ? നീ അടുപ്പിനകത്ത് പോയി കിടക്കാറുണ്ട്. എന്റെ പക്കറ്റ് കയറുന്നത് എത്ര പോസ്റ്റുകാർ വന്നിരിക്കുന്നത് നീ കണ്ടോ? കണ്ടു. എന്നിട്ട് ഈ കിടക്കുന്ന സാധനം ചേരുന്നിടത്തൊന്ന് മാറ്റാൻ നിനക്ക് തോന്നി? അവരപ്പുറത്ത് കയറിയ നമ്മൾ എന്നത്തിന് പേടിക്കുന്നേ? എടി പൊക്കോണം ഞാൻ പറഞ്ഞു. എടി ഇത് ഒറ്റവരാരും തേപ്പാൻ അവർ ഒറ്റക്കൊറ്റത്തില്ല. തന്നെയല്ല അവിടെ വന്നിരിക്കുന്നതേ നമ്മുടെ ഷീനെ പെണ്ണ് കാണാൻ വന്ന് ഇറക്കണില്ലേ, അവന്റെ തന്തയാ. അവനിട്ട് ഞാനൊരു കുട്ടീന് കൊടുത്തതല്ലേ, ആ വൈരകം കാണാതിരിക്കുവോ? അയ്യോ, എന്നാ വേഗം വാരിയെടുക്കും. പെട്ടെന്ന് വർക്കിട്. നീ എന്തായാലും എടുത്ത് ഇതല്ലടി മറ്റേ ചാക്കിങ്ങോട്ട് എടുക്കും. ചാക്കിഞ്ഞോട്ട് പിടിച്ചേ. നീ അവിടെ നോക്കി വല്ലതും ഉണ്ടോ നോക്കിയടി. സാറേ ഇത് മറ്റവനാന്ന് തോന്നുന്നുണ്ട്. കാട്ടി സാമ്പിൾ എടുത്തോ. റിക്കവറി വീഡിയോ എടുത്തിട്ടില്ലേ? എടുത്താ. എന്നാ റിപ്പോർട്ട് എഴുതിക്കോ. പഴുതടച്ചെഴുതണം, ഊരി പോരരുത്. ഇതിന്റെ മീറ്റ് എന്തിയാടാ? വേണ്ട, നീ ഇപ്പൊ പറയണ്ട. ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു വരവും കൂടി വരുന്നുണ്ട്. അന്ന് തിന്നത് വരെ നിന്നെ കൊണ്ട് ഞാൻ കക്കിക്കും. കേട്ടോടാ? സാറേ ഒരു കണ്ണ് കിട്ടിയിട്ടുണ്ട്. ആ, അപ്പൊ ഇതും കൊണ്ടാണ് സാറിന്റെ കലാപരിപാടി അല്ലേ? സാറേ ഇതെന്റെ അപ്പന്റെ തോക്കായിരുന്നേ. ആ. പുള്ളി പോയാൽ പിന്നെ വലിയ ഉപയോഗമൊന്നുമില്ല. ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇതിൽ ലൈസൻസ് ഉണ്ടോടാ? ഉണ്ട് സാറേ, പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പേപ്പറെല്ലാം തപ്പിയെടുക്കേണ്ടി വരും. തിരക്കില്ല, തോക്ക് ഞങ്ങൾ സീസ് ചെയ്ത് ലോക്കൽ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തോളാം. അതിന്റെ കാര്യമൊക്കെ പിന്നെ അവർ നോക്കിക്കോളും. താൻ തൽക്കാലം ചെന്ന് ജീപ്പിലോട്ട് കയറും. പടം അയ്യോ, ഈ ഏരിയയിൽ വ്യാപകമായ ഹണ്ടിങ് നടക്കുന്നുണ്ടെന്ന് ഒരു സ്ട്രോങ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആ പണിക്കിറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കോണം. പിടിച്ച പുറലോകം ഞാൻ കാണിക്കുകയല്ല. വണ്ടി ഇടറോ. വിട്ടോ 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് റിസൾട്ട് വരും. നേരം തിരിച്ചു വരാനുള്ളതല്ലേ? കാണാം സാർ. അതെ, ഇതിപ്പോ നമ്മളെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഈ തോക്കിന്റെ പരിപാടിയൊക്കെ കളക്ടർ നേരിട്ട് ഇടപെടുന്ന കേസാ. അപ്പന്റെ തോക്ക അതെവിടെയെങ്കിലും കിടന്ന് തുരുമ്പെടുത്ത് പോണ കാര്യം എനിക്ക് ഓർക്കാനും കൂടെ മേല. അല്ല, കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിപ്പോ നേരിട്ട് ഇടപെട്ടാൽ ഞാനും കൂടി കുടുങ്ങുന്നല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. തന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. അല്ല, ഈ ഗോപിച്ചേട്ടൻ എന്നാത്തിന്റെ കേടാന്നാ ഞാൻ ഓർക്കുന്നത്. അയാളുടെ സൂക്കേട് ഞാൻ തീർത്തോളാം. അതിനുള്ള സമയമായിട്ടില്ല.
അപ്പോ വൈകിട്ട് ക്ലബിൽ കാണത്തില്ലേ? ആ ആ. ശരിയടി, പെട്ടെന്ന് പോരണേ. ആ ശരി ശരി. എല്ലുങ്കപ്പാന്ന് പറഞ്ഞിട്ട് വെറും എല്ല് മാത്രമേ ഉള്ളായിരുന്നല്ലോ കൂടി ജീനമോളായിരുന്നു. ജീനമോൾ വരുന്നുണ്ടോടി? പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുടുംബ പ്രാർത്ഥനയല്ലേ. ബെന്നിമോനും വരുന്നുണ്ട്. ആണോ? ആ യോ എന്റെ കർത്താവെ, ആരാണ്ട് വിളിക്കുന്നു. അത് എന്റെ ഫോണാ. കാണാൻ എടുത്തോണ്ട് വന്നാ. പിന്നെ കാണാവേ. പിന്നെ കാണാം. കൊണ്ട് കൊടുക്കട്ടെ. പപ്പായി ആ. ഫോൺ. ആരാ? പേരില്ല, നമ്പരാ. ഹലോ. ആ ദേവസയല്ലേ? അതെ. ആ പോസ്റ്റ് ഓഫീസിൽ നിന്നാ. താൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. ഓ വന്നേക്കാം സാറേ. റിസൾട്ട് വന്നിട്ട് കുറച്ച് നേരമായി. തൻ്റെ മുമ്പ് വെച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ചെറിയ ചില വാശികളൊക്കെ ഉള്ള കൂട്ടത്തിലാ. ബാബു സാറേ, ആ സാറേ. ഇതൊന്ന് പൊട്ടിച്ച് വായിക്കും. എന്നിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും. സാറേ, റിസൾട്ട് നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവോ? സാറേ, ഈയിടയ്ക്ക് എൻ്റെ മോളുടെ കല്യാണമായിരുന്നേ. അന്നൊരു പോത്തും കുട്ടനെ ഞാനങ്ങ് വെട്ടിയായിരുന്നു. ഈ കഥ വേണേ സാറിനോട് എനിക്ക് അന്നേ പറയായിരുന്നു. പക്ഷെ എന്നെ പൂട്ടിക്കെട്ടാനുള്ള സാറിന്റെ സൂക്കേട് കണ്ടപ്പോഴേ ഈ കളി പോന്നോടത്തോളം പോട്ടെന്ന് ഞാനും കരുതി. പിന്നെ എനിക്കും ഇങ്ങനെ ചെറിയ ചില വാശികളൊക്കെ ഉണ്ടേ. പിന്നെ ആ തോക്ക് ഞാൻ തിരിച്ചെടുത്തായിരുന്നു കേട്ടോ സാറേ. ഈ ലൈസൻസേ സാറ് വെച്ചോ. ഇനി ഇടയ്ക്കിടയ്ക്ക് കൂടി അങ്ങോട്ട് വരണ്ടല്ലോ.